ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റലി സൈൻഡ് ഡോക്യുമെൻറ്റ്സിൽ ചിലപ്പോൾ സിഗ്നേച്ചറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും കാണുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് മാറി അവിടെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് വരും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത്. അതിനായി ആദ്യം സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് മൗസ് പോയിൻ്റർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴിവിടെ ചെറിയൊരു മെസ്സേജ് വരും, സൈനേഴ്സ് ഐഡൻറ്റിറ്റി അൺനോൺ എന്ന്. ഇവിടെ തന്നെ മൗസ് പോയിൻ്റർ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ചെറിയ മെനു വരും. ഇവിടെ നിന്നും വാലിഡേറ്റ് സിഗ്നേച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനായി മൗസ് പോയിൻ്റർ സെലക്ട് ചെയ്യേണ്ട പോർഷനിലേക്ക് കൊണ്ടുവരിക. പിന്നീട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വാലിഡേറ്റ് സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതുപോലെ ഒരു ചെറിയ വിൻഡോ വരും. അവിടെ നിന്നും സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന ഈ വിൻഡോയിൽ നിന്നും ഷോ സൈനേഴ്സ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. ഈ വിൻഡോയിൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അടുത്തതായി വരുന്ന ഈ വിൻഡോയിലും നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വിൻഡോയിൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഈ വിൻഡോയിൽ ഈ ഡേറ്റ എക്സ്ചേഞ്ച് ഫയൽ, അതായത് സിഗ്നേച്ചറിൻ്റെ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിഫോൾട്ടായി ഡോക്യുമെൻറ്റ്സിൻ്റെ ലൊക്കേഷനാണ് ഈ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് സേവ് കൊടുത്താൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലൊക്കേഷനിലായിരിക്കും ആ ഫയൽ സേവ് ആകുന്നത്. ഡോക്യുമെൻറ്റ്സിലല്ല മറ്റേതെങ്കിലും ലൊക്കേഷനിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പാണ് വേണ്ടതെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ആകും. പിന്നീട് സേവ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫിനിഷ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന ഈ വിൻഡോ നമുക്ക് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ വിൻഡോയും അതുപോലെ ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഡോക്യുമെൻറ്റ് നമുക്ക് അങ്ങനെ തന്നെ കാണാം. ഈ ഡോക്യുമെൻറ്റ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് മിനിമൈസ് സെലക്ട് ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്തിടാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണല്ലോ നമ്മൾ സേവ് ചെയ്തത് ആ സിഗ്നേച്ചറിൻ്റെ ഫയൽ. അതാണ് ഈ കാണുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനായി മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക. പിന്നീട് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിന്നും സെറ്റ് കോൺട്രാക്റ്റ് ട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ 2 ബോക്സ് നമുക്ക് കാണാം. ഈ 2 ബോക്സിലും സെലക്ട് ചെയ്തുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ടിക്ക് മാർക്ക് ഈ 2 ബോക്സിലും കൊടുക്കും. ഒന്ന് യൂസ് ദി സർട്ടിഫിക്കറ്റ് ആസ് എ ട്രസ്റ്റഡ് റൂട്ട്, അടുത്തത് സർട്ടിഫൈഡ് ഡോക്യുമെൻറ്റ്സ്. ഈ 2 ബോക്സിലും ഇങ്ങനെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഓക്കെ സെലക്ട് ചെയ്യുക. ഇവിടെയും ഓക്കെ സെലക്ട് ചെയ്യുക. ഈ വിൻഡോ നമുക്ക് ഇനി അങ്ങ് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ഡോക്യുമെൻറ്റും നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി റീ ഓപ്പൺ ചെയ്യാം. ഈ ഡോക്യുമെൻ്റാണ് സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത ഡോക്യുമെൻറ്റ് അത് തന്നെ ഒന്നുകൂടി നമുക്ക് റീ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാം. മറ്റേതെങ്കിലും ലൊക്കേഷനിലാണെങ്കിൽ ആ ലൊക്കേഷനിൽ പോയി ഇതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഈ ഡോക്യുമെൻറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ സിഗ്നേച്ചർ വാലിഡേറ്റ് ആയി ഗ്രീൻ ടിക്ക് മാർക്ക് വരികയും ചെയ്തു. ഇങ്ങനെയാണ് സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട സ്റ്റെപ്സാണ് ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് റെഫർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.